നമസ്കാരം, ഞാൻ ഡോക്ടർ മണികണ്ഠൻ ജിയ. നമ്മളിന്ന് സംസാരിക്കുന്നത് എന്തിനാണ് നമ്മൾ ഈ ക്ലിയർ അലൈനേഴ്സ് എന്ന് പറയുന്ന ചികിത്സയിലോട്ട് പോകുന്നതെന്നുള്ളതാണ്. അപ്പോൾ ക്ലിയർ അലൈനേഴ്സ് എന്ന് പറയുന്നത് വളരെ സുതാര്യമായിട്ടുള്ള ട്രേസ് ആണ്. അപ്പോൾ സുതാര്യമായിട്ടുള്ള ട്രേസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണയായിട്ട് നമ്മൾ നോർമലി ഇപ്പോൾ പല്ലുകൾ ക്രമീകരിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് കൺസേൺസ് വരാറുണ്ട്. ഇപ്പോൾ പാരൻസ് ചോദിക്കാറുണ്ട്, അപ്പോൾ ചില ഫുഡ് മെറ്റീരിയൽസിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവാറുണ്ട്. നമ്മളിപ്പോൾ പല്ല് കമ്പിയിട്ടിരിക്കുന്നവർക്കറിയാം പല കാര്യങ്ങളും നമുക്ക് ഒരുപാട് കട്ടിയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ എക്സാമ്പിൾ ഒരു ചിക്കനോ അല്ലെങ്കിൽ ഇപ്പോൾ മുറുക്ക് അങ്ങനെയുള്ള സ്നാക്സ് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ തന്നെ, ആപ്പിൾ പോലെയുള്ളത്, പേരയ്ക്ക പോലെയുള്ള ഐറ്റംസൊക്കെ തന്നെ നമ്മൾ ചെറിയ ചെറിയ പീസ് മാക്സിമം സ്നാക്സൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് പറയാറുണ്ട്. പിന്നെ ഒരുപാട് കടിച്ച് വലിക്കുന്ന തരത്തിലുള്ള ഇപ്പോൾ ചപ്പാത്തി, പൊറോട്ട പോലെയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും പുറകിൽ വെച്ച് ചവയ്ക്കാനായിട്ട് പറയാറുണ്ട്. പേരയ്ക്ക, ആപ്പിളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുതായിട്ട് ഈ പിക്കിളിനൊക്കെ അരിയുന്ന പോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞിട്ട് വേണം കഴിക്കാനായിട്ട്. അപ്പോൾ ഒരുപാട് ഒരു ഫോഴ്സ് അൺനെസസറി ആയിട്ടൊരു ഏരിയയിൽ വന്ന് തട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്രാക്കറ്റ് എന്ന് പറയാം, ആ ഒരു ചെറിയ മുത്ത് ഡിസ്ലോഡ്ജ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ പലപ്പോഴും അതിൻ്റെ ഏരിയാസ് തട്ടിയിട്ട് നമ്മുടെ ഓറൽ ക്യാവിറ്റിയിൽ പല ഭാഗത്തായിട്ട് ഇഞ്ചുറീസ് വരാറുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഒരുപാട് ഈ പറഞ്ഞതുപോലെ ചിരിക്കുമ്പോൾ ഒരു അഭംഗി വരാറുണ്ട്. പിന്നെ ടൈം ഉണ്ട്, അതിനൊരു 18 to 24 മന്ത്സ് എന്തായാലും എടുക്കുമെന്നുള്ളതാണ്. അപ്പോൾ അതുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു തരത്തിലുള്ള ഇഞ്ചുറി അങ്ങനെ പ്രധാനമായിട്ട് വരുന്നില്ല. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് മെറ്റീരിയലൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്കതിനെ ഇളക്കി മാറ്റാം, ഊരി വയ്ക്കാം. പിന്നെ ട്രീറ്റ്മെൻറ്റിൻ്റെ ടൈം നമുക്ക് ഈ പറഞ്ഞ പോലെ കുറയ്ക്കാൻ സാധിക്കും. മറ്റതൊക്കെ ഒരു 18 to 24 മന്ത്സ് ആണെങ്കിൽ ഒരു 8 to 9 മന്ത്സ് കൊണ്ട് ട്രീറ്റ്മെൻറ്റിൻ്റെ ദൈർഘ്യം കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞാൽ ചിരിക്കുമ്പോൾ ഒരു അഭംഗിയില്ല. ഇത്തരത്തിലൊരു ഉപകരണം ധരിച്ചിരിക്കുകയാണെന്ന് ഏറ്റവും ക്ലോസ് ആയിട്ട് നോക്കിയാൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് ഈ അലൈനേഴ്സിൻ്റെ പ്രത്യേകത. എന്താണ് അലൈനേഴ്സ് എന്ന് പറഞ്ഞാൽ, നമുക്ക് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള വളരെ സുതാര്യമായിട്ടുള്ള ഒരു ട്രേ ആണത് വരുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ മെഡിക്കൽ ഗ്രേഡ് തെർമോപ്ലാസ്റ്റിക് ആയിട്ടുള്ള സിലിക്കോൺ അത്തരത്തിലുള്ള മെറ്റീരിയൽ യൂസ് ചെയ്യുന്നതായിട്ടാണ് ഈ ഒരു അലൈനേഴ്സ് യൂസ് ചെയ്യുന്നത്. അതിൽ പല ഇത് ബ്രാൻഡ്സ് അനുസരിച്ചിട്ട് അതിൻ്റെ ക്വാളിറ്റിയിൽ ഒരു വ്യത്യാസമുണ്ട്. എല്ലാ അലൈനേഴ്സും ഒരുപോലെ അല്ല. ഏറ്റവും ടോപ്പായിട്ടുള്ള അലൈനേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇൻവിസലൈൻ പോലെയുള്ള വളരെ നാളുകളായിട്ട് ഏതാണ്ട് 20 വർഷത്തോളമായിട്ടൊക്കെ വിപണിയിലുള്ള ഒരു ട്രാക്ക് റെക്കോർഡുള്ള ഒരു ഇൻവിസലൈനാണ്, ഏറ്റവും ക്ലിയർ അലൈനറാണ് ഇൻവിസലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവിസ് അലൈൻ എന്ന് പറഞ്ഞാൽ ഇൻവിസിബിൾ അലൈനേഴ്സിൻ്റെ ഒരു ചുരുക്കപ്പേരാണ് ഇൻവിസ് അലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഗോൾഡ് സ്റ്റാൻഡേർഡ്. അപ്പോൾ ഇൻവിസ് അലൈനും മറ്റ് അലൈനറും തമ്മിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ധരിക്കാൻ സുഖമുള്ളത്, കുറച്ചുകൂടി കംഫർട്ടബിളാണ്. അതിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓരോ പല്ലുകൾക്കും ഇങ്ങനെ ഒരു ചെറിയ ചെറിയ സ്കാലപ്പിംഗ് എന്ന് പറയും. ഓരോ പല്ലുകളുടെയും കൃത്യമായിട്ടുള്ള ആ ഷേപ്പിനനുസരിച്ച് കാർവ് ചെയ്തെടുക്കുന്ന രീതിയിലാണ് ഇൻവിസലൈൻ വരുന്നത്. എന്നാൽ ഇന്ത്യൻ അലൈനേഴ്സ് ആണെങ്കിൽ ഒരു നേർരേഖ, ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെയുള്ള അലൈനേഴ്സ് ആയിരിക്കും. നമുക്ക് ധരിക്കാനായിട്ട് കുറച്ചുകൂടി കംഫർട്ടബിൾ എന്ന് പറയുന്നതും കുറച്ചുകൂടി നല്ല ട്രീറ്റ്മെൻറ്റ് റിസൾട്ട്സ് കൂടുതലായിട്ട് പെട്ടെന്ന് വരുന്നതും നമുക്ക് ഈ പറഞ്ഞ പോലെ ഇൻവിസലൈൻ്റെ മെറ്റീരിയലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്മാർട്ട് ട്രാക്ക് മെറ്റീരിയൽ എന്ന് പറയും. കുറച്ചുകൂടി നമുക്കതിന് കൃത്യമായിട്ടുള്ള ഒരു ആപ്പ് കൂടി നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറയാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ നമുക്കതിനെ കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യും. അതിനെന്തൊക്കെയാണ് കറക്ഷൻസ് വേണ്ടെന്നുള്ള രീതിയിൽ നമുക്കതിനകത്തൊരു ഇൻകോർപ്പറേറ്റ് ചെയ്യാനുള്ളൊരു സാധ്യത കൂടി ഈ സ്മാർട്ട് ട്രാക്ക് മെറ്റീരിയലുണ്ട്. പല രീതിയിലാണ് ഇൻവിസലൈൻ മെറ്റീരിയൽ പോവുക. അപ്പോൾ ഇൻവിസലൈൻ്റെ തന്നെ അതിൻ്റെ ഒരു അഡ്വാൻസ് വെർഷനും ഉണ്ട്, അതിൻ്റെ ഒരു ബേസിക് വെർഷനും ഉണ്ട്, അതിൻ്റെ ഒരു ഇൻ്റർമീഡിയറ്റ് വെർഷനും ഉണ്ട്. അപ്പോൾ എന്താണ് ഈ പ്രോബ്ലം, എന്താണ് വന്നിരിക്കുന്ന ആളിൻ്റെ പ്രശ്നങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ലെവൽ തൊട്ട് ഒരുപാട് കോംപ്ലക്സ് സങ്കീർണമായിട്ടുള്ള ഏരിയ ആണെന്നുണ്ടെങ്കിൽ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള തരത്തിലുള്ള പാക്കേജും ഒക്കെ ലോക്കറ്റൊക്കെ നമുക്ക് പോകാനായിട്ട് സാധിക്കുന്ന ഒന്നാണ് ഈ ഇൻവിസലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അത് ധരിക്കാനായിട്ട് ഈ പറഞ്ഞതുപോലെ ഒട്ടും മടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അതിന് പ്രത്യേകിച്ചൊരു കോൺട്രാൻഡിക്കേഷനും ഇല്ല എന്നുള്ളതാണ്. ഭക്ഷണം കഴിക്കുന്ന സമയങ്ങളിൽ മാത്രം കൃത്യമായിട്ട് അതെടുത്ത് മാറ്റിയിട്ട് ധരിച്ചതിന് ശേഷം നമുക്കത് തിരിച്ച് കൃത്യമായിട്ട് അവിടെ സ്ഥാപിക്കാനായിട്ട് സാധിക്കും. നമ്മൾ സാധാരണ പല്ലടയ്ക്കുന്ന കോമ്പോസിറ്റ് എന്ന് പറയുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് പല്ലിൻ്റെ ചില ഭാഗങ്ങളിലായിട്ട് ഈ അലൈനർ പിടിച്ചിരിക്കാനായിട്ടുള്ള ചില അറ്റാച്ച്മെൻറ്റുകൾ നമ്മളവിടെ ഘടിപ്പിക്കുന്നുണ്ടാവും. അത് വളരെ സുതാര്യമാണ്, ആർക്കും കണ്ടാൽ മനസ്സിലാകുന്ന തരത്തിലുള്ളതല്ല. അപ്പോൾ അറ്റാച്ച്മെൻറ്റിലാണ് ആദ്യമൊക്കെ ഈ പറഞ്ഞ ട്രേസ് അവിടെ പിടിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് അത് ഉപയോഗിച്ചുകൊണ്ട് വളരെ ചൂടായിട്ടുള്ള വസ്തുക്കൾ കഴിക്കാനോ കുടിക്കാനോ സാധിക്കില്ല. അപ്പോൾ നോർമലി ഉള്ള വസ്തുക്കൾ കഴിക്കുന്ന സമയത്ത് ഇത് മാറ്റി വയ്ക്കുക. തണുത്ത വെള്ളമൊക്കെ കുടിക്കുന്ന സമയത്ത് അലൈനറുകൾ മാറ്റേണ്ട ആവശ്യമില്ല. പിന്നെ ചില അലൈനേഴ്സിൽ ഈ പറഞ്ഞതുപോലെ സ്റ്റെയിൻസ് പിടിക്കാറുണ്ട്. അപ്പോൾ സ്റ്റെയിൻസ് അടങ്ങിയിട്ടുള്ള തണുത്ത ജ്യൂസുകളാണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ ബോൾ ഗ്രേപ്സ് പോലെയുള്ള ഒരുപാട് സ്റ്റെയിൻ പിടിക്കുന്ന തരത്തിലുള്ള ജ്യൂസുകളാണെന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്കിത് മാറ്റി വയ്ക്കാം. ദിവസവും 20 മുതൽ 22 മണിക്കൂർ നേരമാണ് നമ്മൾ അലൈനേഴ്സ് ഉപയോഗിക്കേണ്ടത്. രാവിലെ
നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത്, പിന്നെ ലഞ്ചിൻ്റെ സമയത്ത്, ഈവനിങ് സ്നാക്സിൻ്റെ സമയത്ത്, ഡിന്നറിൻ്റെ സമയത്തൊക്കെ ഒരു 30 മുതൽ 60 മിനിറ്റ്, ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ സമയം നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 20 to 22 അവേഴ്സ് ഒരു ദിവസം നമുക്കിത് ധരിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ തീർച്ചയായിട്ടും വളരെ കംഫർട്ടബിളായിട്ട് ചെയ്തു പോരാൻ പറ്റുന്ന ഒരു നല്ലൊരു ചികിത്സാ രീതിയാണ് ക്ലിയർ അലൈനസ്, പ്രത്യേകിച്ച് ഇൻവിസലൈൻ പോലെയുള്ള അലൈനസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് പെട്ടെന്ന്, അതായത് ഒത്തിരി പെട്ടെന്ന് നമുക്കിപ്പോൾ സ്മൈൽ ഡിസൈനിങ്ങിലൂടെ ഒരു ഓവർനൈറ്റ് അല്ലെങ്കിൽ പെട്ടെന്ന് 2 ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്മൈൽ ഡിസൈനിങ്ങിലോട്ട് പോകേണ്ടതായിട്ട് വരും. പക്ഷേ കുറച്ചുകൂടി ഓർഗാനിക്കായിട്ട് നല്ല റിസൾട്ട്, ലോങ് ലാസ്റ്റിംഗ് റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടൊരു സമയം, അതായത് 1.5 വർഷമില്ല എന്നാൽ തന്നെ നമുക്കൊരു 1 വർഷത്തിൽ താഴെ സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ക്ലിയർ അലൈനസ് തന്നെയായിരിക്കും. അപ്പോൾ അടുത്തൊരു സന്ദർഭത്തിൽ അത്തരത്തിൽ ഉള്ള ഒരു ഏതെങ്കിലും ഒരു സുഹൃത്ത് നിങ്ങളോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്ന ഒന്ന് തന്നെയാണ് ഈ ക്ലിയർ അലൈനസ് എന്ന് പറഞ്ഞാൽ. മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.